ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പ്രോൺസ് വെച്ച് ചെയ്യുന്ന ചെറിയൊരു ഫ്രൈൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് കൊഞ്ചൻ എടുത്തിട്ടുണ്ട്. നല്ലോണം കഴുകിയിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾ, കാശ്മീരി മുളക് പൊടി ഇട്ടിട്ടുണ്ട്, ആവശ്യത്തിന് ഉപ്പ്, ഇതെല്ലാം കൂടി ഇട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം ഗ്യാസ് ഓൺ ചെയ്ത് ഈ ഒരു ചീനച്ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എണ്ണയും വെള്ളമൊന്നും ചേർക്കാതെ തന്നെ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ആദ്യം ഒന്ന് ഫ്രൈ പോലെ ആക്കിയെടുക്കാം. എണ്ണ ഒഴിക്കുമ്പോൾ അതിൽ പെട്ടെന്ന് വെള്ളം ഇറങ്ങിയിട്ട് കൂടുതൽ വെള്ളം ഇങ്ങനെ ഇറങ്ങി വരുന്നത് കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ രീതിയിൽ ചെയ്തപ്പോൾ അങ്ങനെ കാണുന്നില്ല, അതുകൊണ്ട് ഞാൻ ഈ രീതിയിൽ ചെയ്യുന്നത്. അതിനുശേഷം ഇത് അടച്ച് വെച്ച് ഇതുപോലെ 1-2 മിനിറ്റ് ഇതുപോലെ ഒന്ന് നല്ലോണം ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം. സാധാരണ ഓയിലിട്ട് ഇതുപോലെ തന്നെ ചെയ്യുമ്പോൾ ഈ പ്രോൺസിൽ നിന്ന് നല്ലോണം വെള്ളം ഇറങ്ങിയിട്ട് ആ വെള്ളമൊക്കെ വറ്റി വരാൻ ഒരുപാട് ടൈം എടുക്കാറുണ്ട്. അപ്പോൾ ഈ രീതി ചെയ്തപ്പോൾ പെട്ടെന്ന് നല്ലോണം ഡ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ ഇതൊന്ന് തേങ്ങേൻ്റെ ഒരു മിക്സ് റെഡിയാക്കാം. തേങ്ങ എടുത്തിട്ടുണ്ട്, അതുപോലെ ചെറിയ ഉള്ളി, വലിയ ജീരകം, പെരുംജീരകം എടുത്തിട്ടുണ്ട്, ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് കാശ്മീരി മുളക് പൊടി കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്, കുറച്ച് ഒരു കളറിന് വേണ്ടിയിട്ട്. അപ്പോൾ ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം ഈ ഒരു രീതിയിൽ ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും പ്രോൺസ് ഈ രീതിയിൽ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അതിനുശേഷം നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ തേങ്ങേൻ്റെ മിക്സ് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നല്ലോണം ഇതുപോലെ ഒന്ന് എല്ലാം കൂടെ നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു റെസിപ്പി ചോറിൻ്റെ കൂടെയും ചപ്പാത്തീൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല ബെസ്റ്റാണ്. ഇതിൻ്റെ കൂടെ കറിയൊന്നും വേണമെന്നില്ല. അപ്പോൾ ഇതിലേക്ക് കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, കറിവേപ്പില കൂടെ ചേർക്കാം. അതിനുശേഷം നല്ലോണം ഒന്നുകൂടെ ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ആവശ്യത്തിന് വേണമെങ്കിൽ ഉപ്പ് നോക്കിയതിന് ശേഷം ചേർക്കാവുന്നതാണ്. അപ്പോൾ അതിലേക്ക് കുറച്ച് വറ്റൽമുളക് കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നിങ്ങളുടെ കമൻസിൽ എന്തായാലും അറിയിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനൊക്കെ എന്തായാലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സൈഡിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടെ കൊടുക്കുക. അപ്പോൾ വീഡിയോസ് ഇടുമ്പോൾ മിസ്സാവാതെ നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.